അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. കാഥോഡ് റേസിൻ്റെ ഏതെങ്കിലും ഒരു 2 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. നമുക്കറിയാം കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ റേസിൻ്റെ 2 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് റേസിലാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് റേസ്, നെഗറ്റീവ് ചാർജുള്ള റേസാണ് കാഥോഡ് റേസ്. രണ്ടാമതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിൽ സഞ്ചരിക്കും. ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കും. പിന്നെ നമുക്കറിയാം E/m റേഷ്യോ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ഗ്യാസസ്. അതുപോലെ ഡിഫ്ലക്റ്റഡ് ബൈ ബൂത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ 2 പോയിൻ്റ് മതി. ഇതേപോലെ ആനോഡിൽ നിന്ന് വരുന്ന റേ ഉണ്ട്, ആനോഡ് റേസ്. അത് പെർഫറേറ്റഡ് കാഥോഡിൻ്റെ ബാക്കിൽ വന്ന് വീഴും. അതിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ചോദിച്ചാൽ അവിടെ പോസിറ്റീവ്ലി ചാർജ് റേസ് ആണ് ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ്. അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇത് തന്നെ എഴുതാം, ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അവിടെ E/m റേഷ്യോ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. പിന്നെ നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞല്ലോ, ഡിഫ്ലക്റ്റഡ് ബൈ ബൂത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ 2 പോയിൻ്റ് ഓർത്ത് വെച്ചേ. കാഥോഡ് റേ ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് റേ, ആനോഡ് റേ ആണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ് റേസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നില്ല. ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ആ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് ആലോചിച്ചെഴുതാം. ഓക്കെ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില മെറ്റൽ സർഫസുകളിൽ അനുയോജ്യമായ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോണുകൾ തെറിക്കപ്പെടും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഈ സിമ്പിൾ പടം തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കാണിക്കുന്നു. എന്താണ്? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യപ്പെടുന്നു. എപ്പോഴും എവിടുന്ന? ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽസ്. സർട്ടൈൻ മെറ്റൽ, എല്ലാ മെറ്റലും ഇല്ല. ഇലക്ട്രോണെ ലൂസ് ചെയ്യാൻ പ്രവണതയുള്ള മെറ്റലിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ് ആൽക്കലി മെറ്റലിൽ താഴോട്ട് പോകുന്നതോറും മാറ്റത്തിൻ്റെ സൈസ് കൂടും. ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ CC3 ലാസ്റ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസ് നിന്ന് വളരെ അകലെയായിരിക്കും. അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കുറവാണ്. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. അയണൈസേഷൻ എൻതാൽപ്പി കുറവാണെങ്കിൽ ആ ഇലക്ട്രോണെ തെറിപ്പിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അപ്പോൾ CCM മെറ്റൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നല്ലതുപോലെ കാണിക്കും. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കെന്ന് എഴുതാം, അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അയണൈസേഷൻ എൻതാൽപ്പിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു മെറ്റലിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിയും ഫോട്ടോ ഇലക്ട്രിക് തമ്മിലുള്ള റിലേഷൻ എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി കൂടിയാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കാനുള്ള പ്രവണത കുറയും. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കണമെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. ഇത് വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽസ്, സർട്ടൈൻ മെറ്റൽസ്, വെൻ light of suitable frequency falls on it. അനുയോജ്യമായ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ചില സർട്ടൈൻ മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോണുകൾ തെറിക്കപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്നവരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ പടം വരച്ചാലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കാണിക്കും. എന്താണ്? അനുയോജ്യമായ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ചില മെറ്റൽ സർഫസുകളിൽ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോണുകൾ തെറിക്കപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്നവരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ മേജർ ഒബ്സർവേഷൻ, ഇത് സ്റ്റഡി ചെയ്ത് ഐൻസ്റ്റീനാണ്. ഏതെങ്കിലും 2 മേജർ ഒബ്സർവേഷൻ നമുക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്ന 2 പോയിൻ്റ് ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഈ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഓഫ് ejected electron is directly proportional to the frequency, അല്ലെങ്കിൽ directly proportional to the energy. രണ്ടാമത്തത്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഇത് ഓബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇതിന് ആനുപാതികമാണ്? വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് ആനുപാതികമാണ്. എത്ര ഇലക്ട്രോൺ ഓരോ സെക്കൻഡിലും ഇജക്റ്റ് ചെയ്യുന്നുള്ളത് ലൈറ്റിൻ്റെ എന്തിന് പ്രപ്പോർഷനാണ്? ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷനാണ്. ഈ 2 പോയിൻ്റ് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വേറെ പോയിൻ്റ്, ഈ ഇലക്ട്രോണുകൾ മെറ്റൽ സർഫസിൽ തെറിക്കണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ മിനിമം എനർജി ആവശ്യമാണ്.
ആ ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് നല്ല അട്രാക്ഷനിലാണ്. ആ അട്രാക്ഷനെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഇലക്ട്രോണെ അവിടെ നിന്ന് ഇളക്കാൻ പറ്റൂ. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി µ0. അപ്പോൾ വാട്ട് ഈസ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ എന്തെഴുതാം? ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇജക്ഷൻ. ഫോട്ടോ ഇജക്ഷന് ആവശ്യമായി വരുന്ന മിനിമം ഫ്രീക്വൻസി വിളിക്കുന്നവരാണ് µ0. ദാറ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് പ്രപ്പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു മിനിമം എനർജി ഉണ്ട്. അതാണ് E0. ദാറ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് എനർജി. ദർഫോർ ത്രഷോൾഡ് എനർജി E0 ഈസ് ഈക്വൽ ടു h ടൈംസ് ഫ്രീക്വൻസി. ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ വിളിക്കുന്നവരാണ് വർക്ക് ഫംഗ്ഷൻ. ഇവിടെ ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി വേണം µ0. അപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത ഐൻസ്റ്റീൻ പറഞ്ഞത് മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ഇളകി അവിടെ നിൽക്കത്തേ ഉള്ളൂ. അതിന് പോകണമെങ്കിൽ കുറച്ച് എനർജിയുടെ വേണം. അപ്പോൾ ഇതിനേക്കാൾ കൂടിയ എനർജി ഉള്ള ലൈറ്റ് വന്നു വീണാലേ യഥാർത്ഥത്തിൽ ഇലക്ട്രോണുകൾ തെറിക്കപ്പെടും. അപ്പോൾ ന്യൂ must be greater than µ0. അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്ഡ് must be greater than the minimum frequency. അപ്പോൾ ദ എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ മിനിമം എനർജി. അപ്പോൾ ഒരു ഡിഫറൻസ് ഇല്ലേ, hν മൈനസ് hν0. അപ്പോൾ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അതാണ് ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഈ ഡിഫറൻസ് ഇൻ എനർജി എവിടെ സ്റ്റോർ ചെയ്യും? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയായിട്ട് സ്റ്റോർ ചെയ്യും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ഐൻസ്റ്റീൻ കൊണ്ടുവന്ന ഇക്വേഷൻ. hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു ½mv². അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ എന്ന് പറയുന്ന സ്ട്രൈക്ക് ചെയ്ത ഫ്രീക്വൻസി, ഇത് മിനിമം ഫ്രീക്വൻസി, me എന്ന് പറഞ്ഞ മാസ് ഓഫ് ഇലക്ട്രോൺ, v എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പോൾ അത് വെച്ച് പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാം. ഓക്കെ. ഇനി വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? അതാണ് ഞാൻ പറഞ്ഞ രണ്ട് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാവുന്നത്. ഒന്ന്, കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഇനി ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് ത്രഷോൾഡ് എനർജി ആർ കോൺസ്റ്റൻറ്റ് ഫോർ എ മെറ്റൽ. ഒരു മെറ്റലിനെ സംബന്ധിച്ച് ഈ മിനിമം ഫ്രീക്വൻസിയും മിനിമം എനർജിയും കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് അയണൈസേഷൻ എൻതാൽപ്പി. ഓരോ മെറ്റലിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇലക്ട്രോണുകളെ ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജി അഥവാ ത്രഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ മെറ്റൽ. അതുപോലെ മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദ മെറ്റൽ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കാനുള്ള പ്രവണത കൂടും. അതുകൊണ്ട് CCM മെറ്റൽ has a greater tendency to exhibit photoelectric effect because of its very low ionization enthalpy. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, എ കാറ്റയോൺ ഈ സ്മോളർ ഇൻ സൈസ് ദാൻ ദ ന്യൂട്രൽ ആറ്റം. ഒരു ആറ്റം, ഫോർ എക്സാമ്പിൾ സോഡിയം, ഒരു ഇലക്ട്രോണെ കളഞ്ഞിട്ടാണ് സോഡിയം അയോൺ എന്ന് പറയുന്ന സോഡിയം കാറ്റയോൺ ആകും അല്ലേ. അപ്പോൾ ഇലക്ട്രോണുകളെ കളഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞു, പക്ഷേ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം അല്ലേ. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പം മിച്ചമുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് നല്ലോണം ബൈൻഡ് ആവും. അപ്പോൾ കാറ്റയോൺസ് ആർ ഫോംഡ് ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺ. സോ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഇൻക്രീസ്. കാറ്റയോണുകൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ ലൂസ് ചെയ്താണ്. അപ്പം പിന്നെ ഓരോ ഇലക്ട്രോണും കിട്ടുന്ന ന്യൂക്ലിയർ ചാർജ് അഥവാ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. തൽഫലമായി കാറ്റയോണിൻ്റെ സൈസ് ന്യൂട്രൽ ആറ്റത്തേക്കാൾ കുറയുന്നു അല്ലെങ്കിൽ ചെറുതാണ്. എന്നാൽ ആനയോൺ ന്യൂട്രൽ ആറ്റത്തേക്കാൾ ലാർജറാണ്. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ആറ്റമാണോ വലുത്, Cl മൈനസ് അയോൺ ആണോ? Cl മൈനസ് അയോൺ എങ്ങനെ കിട്ടും? ക്ലോറിൻ ആറ്റത്തിലേക്ക് ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണെ കൊടുക്കുമ്പോഴാണ് Cl മൈനസ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയല്ലോ. അപ്പോൾ ആനയോൺസ് ആർ ഫോംഡ് ബൈ ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ആനയോൺ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്താണ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ എന്ത് പറ്റും? കുറയും. ഓരോ ഇലക്ട്രോണും കിട്ടുന്ന ന്യൂക്ലിയർ ചാർജ് കുറയും, കാരണം ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓരോ ഇലക്ട്രോണും കിട്ടുന്ന ന്യൂക്ലിയർ ചാർജ് ഒന്നിനേക്കാൾ കുറയും. അപ്പോൾ സൈസ് കൂടും, കാരണം ന്യൂക്ലിയസിന് നല്ലോണം ഇലക്ട്രോണുകളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് സ്വെല്ല് ചെയ്ത് നിൽക്കും. അപ്പോൾ എങ്ങനെ പറയാം? കാറ്റയോൺസ് ആർ ഫോംഡ് ബൈ ദ loss of electron, so effective nuclear charge per electron increases, therefore size decreases.
അപ്പോൾ ആനയോണോ? ആനയോൺസ് ആർ ഫോംഡ് ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സോ ദ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ ഡിക്രീസസ്, ദെർഫോർ സൈസ് ഇൻക്രീസസ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുന്നത് എങ്ങനെയാണ്? കാറ്റയോണുകൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ ലൂസ് ചെയ്താണ്. തൽഫലമായി ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോണും കിട്ടുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അതുകൊണ്ട് സൈസ് കുറയുന്നു. എന്നാൽ ആനയോൺ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളെ സ്വീകരിച്ചാണ് തൽഫലമായി ഓരോ ഇലക്ട്രോണും കിട്ടുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കുറയുന്നു, തൽഫലമായി സൈസ് കൂടുന്നു. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ. നമുക്കറിയാം ഫ്ലൂറിൻ മോളിക്യൂൾ കണ്ടെയ്ൻ 2 ഫ്ലൂറിൻ ആറ്റം. 2 ഫ്ലൂറിൻ ആറ്റം ചേർന്നാണ് ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാവുക. ഡയറ്റോമിക് മോളിക്യൂളാണ്. അപ്പോൾ ഒരു ഫ്ലൂറിൻ ആറ്റത്തിൽ 9 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 9 9 18 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 14 ഇലക്ട്രോണിന് മുകളിൽ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്ന ഓർഡർ. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ആദ്യം σ1s അതിൽ 2 ഇലക്ട്രോൺ, അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് σ*1s അതിൽ 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ എനർജി കൂടിയ σ2s വരും, 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് σ* അതിൽ 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ σ2pz വരും, അതിൽ 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ ഒരേ എനർജി ഉള്ള π2pxഉം π2pyയുമാണ് വരുന്നത്, അല്ലേ? അതിൽ 2 ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റി ബോണ്ടിങ് π*2px π*2py, അത് ഡീജനറേറ്റ് ഓർബിറ്റിലാണ്, ഒരേ എനർജിയുള്ള ഓർബിറ്റിലാണ്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോണായി? 2 4 6 8 10 12 14. ഓക്കെ, 16 18. അപ്പോൾ 18 ഇലക്ട്രോൺ ആയല്ലോ. ഇതാണ് എൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രവും വരയ്ക്കാം. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഇലക്ട്രോണായി? 2 4 6 8 10 12 14 16 17. അപ്പോൾ ബാക്കി ഇലക്ട്രോണുടെ പെയർ ചെയ്യും. അപ്പോൾ 2 2. അപ്പോൾ എത്രയായി? 2 4 6 8 10 12 14 16 18 ഇലക്ട്രോണായി. അപ്പോൾ ആദ്യം ഈ ഓർബിറ്റിൽ, ഇതെല്ലാം ഡീജനറേറ്റ് ഓർബിറ്റിലാണ്, ഓരോ ഇലക്ട്രോൺ വന്നിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യും. എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് പെയർ ചെയ്തു. ഇവിടെ നമ്മൾ ആദ്യം ഓരോ ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്തു. അപ്പോൾ ടോട്ടൽ 16 ആയുള്ളൂ. 17ാമത്തെ ഇലക്ട്രോൺ ഇവിടെ പെയർ ചെയ്തു, 18ാമത്തെ ഇലക്ട്രോൺ ഇവിടെ പെയർ ചെയ്തു. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി 18 ഇലക്ട്രോൺ. അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതുമായിട്ട് അലൈൻമെൻറ്റിൽ വരും, ഒരേ ഡയറക്ഷനിൽ വന്ന് നിൽക്കും, അട്രാക്ട് ചെയ്യും. അതാണ് പാരാമാഗ്നറ്റിസം. എന്നാൽ എല്ലാം പെയ്ഡ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് വീക്ക്ലി റിപ്പൽ, അതാണ് ഡയാമാഗ്നറ്റിസം. അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക് ആണ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നിരിക്കുക. എന്താ ബോണ്ട് ഓർഡർ? ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ടു ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ സ്റ്റാർ ഇല്ലാത്ത നോക്കുക, 2 4 6 8 10. ഓക്കെ, അപ്പോൾ ബാക്കി മൊത്തം 18 ഇലക്ട്രോൺ, ബാക്കി 8 ഇലക്ട്രോൺ ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ സപ്പോർട്ട് ദ ബോണ്ടിങ് 10 എണ്ണം സപ്പോർട്ട് ചെയ്യുന്നു, 8 എണ്ണം ഓപ്പോസ് ചെയ്യുന്നു. അപ്പോൾ നെറ്റ് ഇലക്ട്രോൺ സപ്പോർട്ട് ദ ബോണ്ടിങ് 2, അതിൻ്റെ പകുതി ബോണ്ടാവും. അപ്പോൾ ബോണ്ട് ഓർഡർ 1. അപ്പോൾ ഫ്ലൂറിൻ സിംഗിൾ കോവലന്റ് bond. Since the bond order is greater than 0 or positive, the molecule is stable and can exist.